എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? രണ്ടാം പിണറായി സർക്കാർ വന്നതിന് ശേഷം കേരള നിയമസഭയിലേക്ക് 2 ഉപതെരഞ്ഞെടുപ്പുകൾ ഉണ്ടായി. ഒന്ന് തൃക്കാക്കരയിലും 2 പുതുപ്പള്ളി. പ്രസംഗം എഴുതി പണിച്ചോണ്ടൊന്നും കാര്യമില്ല. ആന കരിമ്പിൻ തോട്ടത്തിൽ ഇറങ്ങിയ പോലെ ഈ 2 ഉപതെരഞ്ഞെടുപ്പുകളിലും പിണറായി വിജയൻ ഊന്നി പറഞ്ഞൊരു കാര്യം 99 സീറ്റ് കിട്ടും, അത് 100 ആക്കണം. പ്രതിപക്ഷത്തിന് 40 സീറ്റിൽ നിന്ന് 41 ആയതുകൊണ്ട് മെച്ചമൊന്നുമില്ല. ഭരണം LDFന്റെ ആണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് 100 തയ്ക്കാൻ നിങ്ങൾ വോട്ട് തരണം എന്നാണ് സൂചിപ്പിച്ചത്. ഈ പോക്ക് കണ്ടിട്ട് അത് അനുകൂലമാകുമെന്ന് തോന്നുന്നു. അജിത് കുമാറിനും അതുപോലെ തന്നെ പി ശശിക്കും കൊടുക്കുന്ന പ്രാധാന്യം ഇനി 100 എന്ന നമ്പറിന് പിണറായി നൽകുന്നില്ല എന്ന് ഇന്ന് വ്യക്തമായി. കാരണം ഇപ്പോൾ 99 ഉണ്ടായിരുന്ന LDF കെ രാധാകൃഷ്ണ രാജിയോടെ 98. ഒരു കാര്യം ഞാൻ പറയട്ടെ, പറയൂ. നമ്മുടെ പാർട്ടിക്ക് അടിത്തറയില്ല. ഇനി അൻവർ പോയി 97 ആണെങ്കിലും കുഴപ്പമില്ല. ഒരു കാരണവശാലും അജിത് കുമാറിനെയും പി ശശിയെയും താൻ കൈവിടാൻ തയ്യാറല്ല എന്ന വ്യക്തമായ സന്ദേശമാണ് ഇന്ന് മുഖ്യമന്ത്രി നൽകിയത്. ഒരു പക്ഷേ തനിക്ക് LDFലുണ്ടായ ഒരു പാളിച്ച അല്ലെങ്കിൽ തിരിച്ചടി, അതിന് ഒരു ശക്തമായിട്ടുള്ള പ്രതികാരം എന്നുള്ള നിലയിലാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പത്രസമ്മേളനത്തിൽ ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞത്. ഏതായാലും പൂരം കലങ്ങിയതിനെക്കുറിച്ച് മറ്റന്വേഷണങ്ങളില്ല. അജിത് കുമാറിനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്യാൻ സാധ്യമല്ല. പി ശശിക്ക് ക്ലീൻ ചിറ്റ്. അപ്പൊ ഇതിനകത്ത് എന്തോ ചുറ്റിക്കളി ഉണ്ടല്ലോ. എന്ത് ചുറ്റിക്കളി? ഒരു ചുറ്റിക്കളി ഇല്ലല്ലേ? ശരി. ഏതായാലും മുഖ്യമന്ത്രി LDFൽ കൂടുതൽ ഒറ്റപ്പെടുന്ന സ്ഥിതിവിശേഷം ഭാവിയിലുണ്ടാകും. അടുത്ത തെരഞ്ഞെടുപ്പിൽ LDFനുണ്ടാകുന്ന തിരിച്ചടിക്ക് മുഖ്യ പ്രതിയായിട്ട് നാളെ മാറാൻ പോകുന്നത് പിണറായി വിജയൻ തന്നെയായിരിക്കും. എന്ത് ചെയ്യുന്നതിന് മുമ്പും ഒന്ന് ആലോചിക്കണം. വെറുതെ എടുത്തു ചാടരുത്. എന്താ ഇപ്പൊ എടുത്തു ചാടിയാല് കുണ്ടി കുത്തി വീഴും. ഇനിയുള്ള ദിവസങ്ങൾ തീർച്ചയായിട്ടും കേരള രാഷ്ട്രീയത്തിൽ വളരെയധികം ചർച്ചകൾ ചെയ്യപ്പെടുന്ന നിരവധി വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഒരു കാര്യം വ്യക്തമാണ്, ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാരിൻ്റെ അവസാനത്തോടടുത്തു എന്നാണ് ഈ സംഭവ വികാസങ്ങൾ തെളിയിക്കുന്നത്. തൊഴിലിനോടുള്ള ആത്മാർത്ഥയാണ് ഒരു ചോദ്യം ചെയ്തിരിക്കുന്നത്. ഗ്യാസ് എന്ന് വെച്ച ഒരു സിലിണ്ടർ പോലെയാണ് ഇപ്പോൾ എൻ്റെ മനസ്സ്. മുഖ്യമന്ത്രിക്കെതിരെ ശബ്ദിക്കാൻ ഭരണകക്ഷിയിൽ തന്നെ ഒരു MLA സധൈര്യം മുന്നോട്ട് വന്നിരിക്കുന്നു. മുഖ്യമന്ത്രിയാണെങ്കിൽ എന്ത് നഷ്ടപ്പെട്ടാലും ശരി തൻ്റെ 2 അനുയായികൾ, തൻ്റെ 2 വിശ്വസ്തരെ ഒരിക്കലും കൈവിടാൻ സാധ്യമല്ല എന്ന് മുഖ്യമന്ത്രിയും പ്രഖ്യാപിച്ചു. ഞാൻ ഒരുപാട് തവണ തന്നോട് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഇങ്ങനെയുള്ള ചുറ്റിക്കളിയൊന്നും ഉണ്ടാക്കരുതെന്ന്. ഇപ്പൊ എന്തായി? ഞാനും ആപ്പിലായി. അതുകൊണ്ട് ഇടതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ പ്രസക്തി തന്നെ നഷ്ടപ്പെടുന്ന രീതിയിലാണ് ഇന്ന് പിണറായി വിജയൻ പ്രതികരിച്ചിട്ടുള്ളത്. അതിനെ ശക്തമായി എതിർത്തുകൊണ്ടാണ് ഇപ്പോൾ ഭരണകക്ഷി MLA ആയിട്ടുള്ള PV അൻവറും രംഗത്ത് വന്നത്. എന്റെ ഈശ്വര, എന്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ ഒരു പുലിവാൽ പിടിച്ചിട്ടില്ല. അപ്പോൾ 2011 മുതൽ തൻ്റെ വിശ്വസ്തനായി കൊണ്ടു നടന്ന അൻവർ കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ രാഹുൽ ഗാന്ധിയെ പോലും വിമർശിച്ചപ്പോൾ മോശമായിട്ടുള്ള രീതിയിൽ അദ്ദേഹം അൻവർ കമന്റുകൾ പറഞ്ഞപ്പോൾ അതിന് 100% സ്പോൺസർ ചെയ്ത ആളാണ് പിണറായി വിജയൻ. പക്ഷേ ഇന്ന് തൻ്റെ വിശ്വസ്തരായിട്ടുള്ള 2 പേർക്കെതിരെ ആരോപണവുമായി അൻവർ വന്നപ്പോഴാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് പശ്ചാത്തലത്തിനെ കുറിച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ മുഖ്യമന്ത്രിയോട് ചോദിക്കട്ടെ, അങ്ങയുടെ മന്ത്രിസഭയിലെ അംഗമായിട്ടുള്ള V അബ്ദുറഹ്മാൻ 2016 വരെ കോൺഗ്രസ്സുകാരനായിരുന്നില്ലേ? അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? അദ്ദേഹം തിരൂർ മുനിസിപ്പാലിറ്റിയിലെ ഞങ്ങളുടെ പ്രതിനിധിയായി, കോൺഗ്രസിന്റെ പ്രതിനിധിയായി വൈസ് ചെയർമാൻ ആയിരുന്ന ആളല്ലേ. TK എംസാരായിരുന്നു. 1982 വരെ ഞങ്ങളുടെ DCC പ്രസിഡന്റ് ആയിരുന്നു മലപ്പുറം ജില്ലയിൽ. എല്ലാം ഇയാൾക്കറിയാം. ശരിയല്ലടോ? അതെ അതെ ശരിയാണ്. അങ്ങനെ എത്ര നേതാക്കന്മാരെ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും, അതുപോലെ KT ജലീൽ ലീഗിൽ നിന്ന് വന്ന ആളല്ലേ. അപ്പൊ പാരമ്പര്യത്തിനെ കുറിച്ച് മുഖ്യമന്ത്രി പറയുമ്പോൾ ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം. കോൺഗ്രസിനെയും UDFനെയും തോൽപ്പിക്കാൻ കോൺഗ്രസിൽ നിന്നും ലീഗിൽ നിന്നും ആളുകളെ ചാടിച്ച് പുറത്തു കൊണ്ടുപോയി MLA-മാരാക്കിയതിന്റെ ഫലമാണ് ഇന്ന് പിണറായി ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊക്കെ ആലോചിക്കുമ്പോഴാണ് എന്റെ നെഞ്ചിനകത്തൊരു പുക. തീർച്ചയായിട്ടും അത് പിണറായി വിജയൻ്റെയും മാർക്സിസ്റ്റ് പാർട്ടിയും കഴിഞ്ഞ കുറേ കാലങ്ങളായി സ്വീകരിച്ച നയത്തിനുള്ള സ്വതന്ത്രന്മാരെ വെച്ച് UDFനെ തകർക്കാൻ മലപ്പുറം ജില്ലയിൽ നടത്തിയ ശ്രമങ്ങളുടെ തിരിച്ചടിയാണ് ഇന്ന് പിണറായി വിജയന് കേരളത്തിൽ ഉണ്ടായി. ദത്താത്രേയ അസബോള എന്ന RSSന്റെ നേതാവ് ഒരു ജ്യോത്സ്യനാണോ എന്ന് ഞങ്ങൾക്കറിയില്ല. കാരണം അദ്ദേഹത്തിന് RSSന്റെ പ്രധാനപ്പെട്ട ഒരു സംഘാടകനായിട്ട് മാത്രമേ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ.
ദൈവരുമാരെ ആക്കരുത്. അദ്ദേഹം ഒരു ജ്യോത്സ്യനാണെങ്കിൽ അജിത് കുമാർ അദ്ദേഹത്തിനെ കണ്ട് ഞാനൊരു ജ്യോത്സ്യൻ എന്ന നിലയിൽ അദ്ദേഹത്തിനെ കണ്ടതാണ്, വേണമെങ്കിൽ ഒരു ശത്രു സംഹാര പൂജേൻ്റെ കാര്യം ചർച്ച ചെയ്യാൻ കണ്ടതാണെന്ന് പറഞ്ഞാൽ ഈ പ്രശ്നം തീർന്നല്ലോ. പക്ഷേ എന്തിന് കണ്ടു എന്നുള്ള ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരവില്ല. അതിന് മുഖ്യമന്ത്രി മറുപടി പറയുന്നില്ല. നാട്ടുകാരുടെ ഭാഗ്യദോഷം അല്ലാതെ എന്ത് പറയാനാ? അല്ലേ സാറേ? ഞങ്ങൾ ചോദിച്ച ചോദ്യം ഞങ്ങൾ മാത്രമല്ല, CPIയുടെ ഇന്നലെ പ്രകാശ് ബാബു പറഞ്ഞത് എന്താ, ഇടതുപക്ഷത്തിൻ്റെ ലൈനിന് വിരുദ്ധ സമീപനം സ്വീകരിച്ചിട്ടുള്ള RSSുമായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിലെ ഒരു ഉന്നത ഉദ്യോഗസ്ഥൻ കണ്ടത് ശരിയല്ല. എന്റെ ഉള്ളിലുണ്ട് സത്യവും ധർമ്മവും നീതിയും ദാഹിക്കുന്ന ഒരു മനസ്സ്. എന്തിന് കണ്ടു എന്ന സത്യം പുറത്തു വരണം. അത് തന്നെയാണ് ഞങ്ങളും സൂചിപ്പിച്ചത്. അമ്മക്ക് പ്രാണവേദന, മകക്ക് വീണവായന എന്ന് പറഞ്ഞ മാതിരി അങ്ങനെ ഒരു RSS നേതാവിനെ കാണാനുള്ള ഏതൊരു സാഹചര്യമാണ് ഉള്ളതെന്ന് അജിത് കുമാർ വ്യക്തമാക്കണം. അതിപ്പോ ഇന്ന് പിണറായി വിജയന്റെ പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞൊരു കാര്യം, അൻവറിനും ഇനി അൻവർ നാളെയും പത്രസമ്മേളനം നടത്തിയാൽ ഞാൻ മറുപടി പറയാം എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അൻവർ എന്ന വ്യക്തിയോടല്ല, അൻവർ എന്ന ഭരണകക്ഷി MLAയോട് മാത്രമല്ല, അൻവറിന്റെ പുറകിൽ ഇടതുപക്ഷത്തിൽ തന്നെ പിണറായിസത്തിനെ എതിർക്കുന്ന ഒരു വലിയ വിഭാഗമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് അൻവറിനെ ഈ കാര്യത്തിൽ വെല്ലുവിളിക്കാൻ പിണറായി തയ്യാറായിട്ടുള്ളത്. എന്നെ സംശയിക്കരുത്. അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രി ഒരു ഭരണകക്ഷിയിലെ MLAയോട് നിരന്തരമായി പോരാടും എന്ന് പറയുന്നതിന്റെ അർത്ഥം എന്താ? അതായത് തൻ്റെ ആശയങ്ങളെ എതിർക്കുന്ന പ്രബല വിഭാഗം ഇടതുപക്ഷത്തിലുണ്ട് എന്ന് പിണറായി വിജയൻ അറിയാം. എന്താ ആ പ്രതീക്ഷയും അതുകൊണ്ട് അൻവർ വെറും സാധാരണക്കാരനായിട്ടല്ല പ്രവർത്തിക്കുന്നത്. ആരെങ്കിലും പുറകെയുള്ളത് എൻ്റെ ധൈര്യമാണ് അൻവറിനെങ്കിൽ ഞാൻ പോരാടാൻ തയ്യാറാണ്. അതായത് ഇടതുപക്ഷത്തിലെ പ്രോ പിണറായിസും ആൻറ്റി പിണറായിസും തമ്മിലുള്ള ഒരു മത്സരമായിട്ടാണ് ഞങ്ങൾ ഇതിനെ കാണുന്നത്. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? അതായത് ഇവിടെ ഒരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഈ ADGPക്കെതിരെ DGP അന്വേഷണം നടത്തുമ്പോൾ ADGP ലോ ആൻഡ് ഓർഡർ കൈകാര്യം ചെയ്യുന്നത് ശരിയാണ്. കഴുത്തുവരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയിൽ ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. ആ ചോദ്യമാണ് ഞങ്ങളും ചോദിച്ചത്, CPIയും ചോദിച്ചത്, RJDയും ചോദിച്ചതായിട്ട് ഞാൻ മനസ്സിലാക്കാം. ഇവിടെ ശ്രീ സലീം മടവൂര് പറഞ്ഞൊരു കാര്യം, അങ്ങനെ എന്തെങ്കിലും ആരോപണം പറഞ്ഞാൽ അങ്ങനെ മാറി നിൽക്കേണ്ട വകുപ്പെന്ന് മാറി നിൽക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് ഓർമ്മയുണ്ടല്ലോ, 1969 EMS മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ സലീം മടവൂരിൻ്റെ നേതാവായിരുന്ന PR കുറുപ്പിനെതിരെ അന്വേഷണത്തിന് ഉത്തരവിട്ടപ്പോൾ, PR കുറുപ്പ് പറയുമ്പോൾ ഒരു അഴിമതിയും ചെയ്തിരുന്നില്ല, പക്ഷേ PR കുറുപ്പിനെതിരെ അഴിമതി ആരോപണം ഉന്നയിച്ചുകൊണ്ട് അതിൽ ഉത്തരവിട്ടപ്പോൾ ആ നിമിഷം മന്ത്രിസ്ഥാനം രാജിവെച്ചാണ് PR. അവൻ പറഞ്ഞ നേരാ. ആ പാരമ്പര്യത്തിന്റെ ഒരു 10-1 അജിത് കുമാർ ചെയ്യണമെന്ന് പറയാനുള്ള ആർജവം RJDക്കില്ല. ഞാൻ അത്രേ ചോദിക്കുന്നുള്ളൂ. ഏതായാലും ഒരു കാര്യം ഇവിടെ വ്യക്തമാണ്, ഈ അന്വേഷണം 24-ാം തീയതി പുറത്തു വരും എന്ന് പറയുന്ന അന്വേഷണ റിപ്പോർട്ടിനെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. കാരണം പൂരം കലക്കിയതിനെ കുറിച്ച് അന്വേഷിക്കാൻ DGPയെ മുഖ്യമന്ത്രി ചുമതലപ്പെടുത്തിയപ്പോൾ DGP അന്വേഷിക്കാൻ ചുമതലപ്പെടുത്തിയത് അജിത് കുമാറിനെ. ആകെ ചളമായി. ഇനിയിപ്പോ എന്തോ ചെയ്യും? ചക്ക കുഴയുന്ന പോലെ വലിയ തെറ്റായി പോയെന്ന് എനിക്ക് ഇപ്പൊ തോന്നുന്നു. ഇപ്പൊ തോന്നിയിട്ടുണ്ട് ഫലം. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. അമർത്തിയോ? താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത് അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ? ശരി.